കഥയുടെ ആരംഭത്തിൽ കഥാനായികയായ ലില്ലിയാണ് കാണിക്കുന്നത്. അവൾ വെക്കേഷനായിട്ട് വഴിയരികിൽ ഒരു കടയിട്ട് ആൾക്കാർക്ക് വെള്ളമൊക്കെ ഫ്രീ ആയിട്ട് കൊടുക്കുന്നു. അന്നേരം അവളുടെ മനസ്സിൽ ഒരു നിമിഷം ദയ കാണിച്ചാൽ എൻ്റെ നാശത്തിലേക്ക് നയിക്കുമെന്ന് എനിക്ക് അറിയാമായിരുന്നെങ്കിൽ ഒരു ഗ്ലാസ് വെള്ളം ലീക്കി കൊടുക്കുന്നതിനേക്കാൾ മരിക്കുന്നതാണ് എനിക്ക് നല്ലത്. അതേസമയം അവിടെ കഥാനായകനായ ലീയെ കാണുന്നു. അവൻ്റെ അവസ്ഥ വളരെ മോശമാണ്. കാര്യങ്ങൾ കൂടുതൽ വഷളാകുന്നതിനു മുന്നേ ലില്ലി അവനെ കണ്ടയുടനെ ഒരു ഗ്ലാസ് വെള്ളവുമായി അവൻ്റെ അടുത്തേക്ക് പോയി അവനോട് കുടിക്കാനായി പറഞ്ഞു. ഇവളുടെ സൗണ്ട് കേട്ട് ഹീറോ അവളെ തുറച്ചു നോക്കി. പിന്നീട് അവളുടെ കയ്യിൽ നിന്ന് ആ ഗ്ലാസ് വാങ്ങി. ശേഷം ലില്ലി പോയി മറ്റുള്ളവർക്ക് വെള്ളം കൊടുക്കാൻ തുടങ്ങി. അവൾ മറ്റുള്ളവരോട് ചിരിച്ച് സംസാരിക്കുന്നത് കാണുമ്പോൾ ഹീറോയ്ക്ക് നല്ല ദേഷ്യം വരികയും അവൾ കൊടുത്ത ഗ്ലാസ് ഞെക്കിക്കളഞ്ഞു. ശേഷം ലില്ലി ഒരു മാസത്തിന് ശേഷമാകും വീട്ടിലെത്തുക. ലില്ലിയുടെ അച്ഛനും അവളുടെ സിസ്റ്റർ റോസും കൂടെ ഹീറോയെ കാണുമ്പോൾ അവൾ ഷോക്കായി. ചേച്ചി റോസ് ഇത് തൻ്റെ ഫ്രണ്ടാണെന്ന് പറഞ്ഞ് ലില്ലിയെ പരിചയപ്പെടുത്തുമ്പോൾ ഹീറോ അവളെ തന്നെയാകും സൂക്ഷിച്ചു നോക്കുക. അവൻ്റെ നോട്ടം കാണുമ്പോൾ അവൾക്ക് വല്ലാതെ അസ്വസ്ഥതയായി. അപ്പോഴാണ് ലില്ലിയുടെ അമ്മ വന്ന് ലില്ലിയോട് ഇരിക്കാനായി പറയുന്നത്. റോസ് അവരുടെ സ്വന്തം മകളല്ല, പക്ഷെ അവർ അവളെ ഒരു മകളെ പോലാണ് വളർത്തിയെന്നും അവർ ഹീറോയോട് പറയുന്നു. ഹീറോ ചേച്ചി റോസിനെ വിവാഹം കഴിക്കുമെന്ന പ്രതീക്ഷയിലാണ് അമ്മയും അച്ഛനും അങ്ങനെയൊക്കെ അവനോട് പറഞ്ഞത്. അവർ ഇവിടെ സംസാരിച്ചിരിക്കുമ്പോൾ ഹീറോയുടെ നോട്ടം മുഴുവൻ ലില്ലിയുടെ അടുത്തേക്കാകും. അവൾക്കും അവൻ്റെ നോട്ടം കണ്ട് അസ്വസ്ഥതയായി അവൾ നേരെ റൂമിലേക്ക് പോയി. റൂമിലേക്ക് വന്ന ശേഷം അയാളെ പിന്നീട് എവിടെയോ കണ്ടിട്ടുണ്ട് എന്ന് ലില്ലി ചിന്തിക്കാൻ തുടങ്ങി. എന്നിട്ട് ലില്ലി അവളുടെ കാമുകനെ വിളിക്കുകയാണ്. അവരുടെ വീട്ടിൽ ഒരാൾ വന്നിട്ടുണ്ടെന്നും വളരെ സൂചന നൽകുന്ന രീതിയിൽ തന്നെ നോക്കുന്നുണ്ടെന്ന് പറയുന്നു. അപ്പോഴാണ് അവളുടെ വാതിക്കൽ ആരോ മുട്ടുന്നത് കേട്ടത്. അവൾ പെട്ടെന്ന് കോൾ കട്ട് ചെയ്ത് വാതിൽ തുറന്നു. അത് മറ്റാരുമാകില്ല, ഹീറോയാകും. അവളുടെ ചേച്ചിയും പാരൻസും പുറത്തേക്ക് പോയി. അവളോട് പോണില്ലെന്ന് ചോദിക്കുമ്പോൾ അവൾ പോണില്ല എന്നാകും പറയുക. അപ്പോൾ ഹീറോ അവളുടെ ഫോൺ നമ്പർ ചോദിക്കുകയാണ്. ആദ്യം അവളൊന്ന് ഷോക്കായി. എൻ്റെ കയ്യിലെ ഫോണിന് ചാർജിലായി എന്നാകും അവൾ പറഞ്ഞത്. നീ ആരോടാണ് സംസാരിച്ചതെന്ന് കേട്ടല്ലോ എന്ന് ഹീറോ ചോദിക്കുമ്പോൾ ഫോണല്ലല്ലോ ചോദിച്ചത്, നമ്പറല്ലേ. ഫോണിൽ ബാറ്ററി ഉണ്ടോ ഇല്ലയോ എന്നതുമായി അതിന് ബന്ധമില്ല. ലില്ലിയും പേടിച്ച് അവളുടെ നമ്പർ ഹീറോയ്ക്ക് നൽകി. ശേഷം അവളുടെ ഫോൺ വാങ്ങിച്ചെടുത്ത് അവൻ്റെ നമ്പറും ഫോണിൽ സേവ് ചെയ്ത് ഭാവിയിൽ ഉപകരിക്കുമെന്ന് പറഞ്ഞ് അവൻ പോവുകയാണ്. അടുത്ത ദിവസം ലില്ലിയെ അവളുടെ കാമുകൻ സാനൊപ്പം റോഡിൽ നടക്കുകയാകും. അവളോട് സിനിമയ്ക്ക് പോകാമെന്ന് ചോദിക്കുമ്പോൾ അവൾക്ക് വരാൻ തന്നെ ഒട്ടും താല്പര്യമുണ്ടാകില്ല. അവളുടെ പാരൻസ് അവളെ ഡേറ്റിങ്ങിൽ നിന്ന് വിലക്കിയിട്ടുണ്ട്. ഇത് കേൾക്കുമ്പോൾ അവനൊട്ടും തന്നെ പിടിച്ചില്ല. എന്നാൽ പിന്നെ ഒരു ഉമ്മ തരാൻ പറഞ്ഞപ്പോൾ അവൾക്ക് നാണമാകും വരിക. അവൾ അവനെ തള്ളി മാറ്റി. അപ്പോഴാണ് റോഡിലൂടെ ഹീറോ കാറുമായി എത്തുന്നത്. ഹീറോയെ കണ്ടപാടെ അവൾ ആദ്യം ഒന്ന് ഷോക്കായി. ഹീറോയാണെങ്കിൽ അവളെ തന്നെ തുറച്ചു നോക്കി ദേഷ്യത്തോടെ കാറിൽ നിന്ന് ഇറങ്ങി ലില്ലിയുടെ കൈയും പിടിച്ച് അവളുടെ ബാഗ് എടുത്ത് അവളെ കൊണ്ടുപോയി. ഇത് കാരണം അവന് നല്ല രീതിയിൽ തന്നെ ദേഷ്യമാവാൻ വരിക. കാരണം അവന് അവളുമായി അടുക്കാൻ കിട്ടിയ അവസരമാണ് ഹീറോ വന്ന് കുളമാക്കിയത്. കാറിലിരിക്കുമ്പോൾ ലില്ലി നല്ലോണം പേടിച്ചിട്ടാണ് ഇരിക്കുന്നത്. വീട്ടിലറിഞ്ഞാൽ പാരൻസ് അവളെ പുറം ലോകമൊന്നും കാണിക്കില്ല. അപ്പോൾ ഹീറോയോട് ഈ ഒരു കാര്യം ദയവായി വീട്ടിൽ അറിയിക്കരുതെന്ന് പറയുമ്പോൾ ഹീറോ ചോദിക്കുന്നത് ആരാണ് ആ പയ്യനെന്ന. ക്ലാസ്മേറ്റ് ആണെന്ന് കേട്ടപ്പോൾ ഹീറോയ്ക്ക് ദേഷ്യത്തിൽ ഒരു ക്ലാസ്മേറ്റ് ഇങ്ങനെ റോഡരികിൽ കൈയും കൊടുത്ത് നടക്കില്ല. അപ്പോഴാണ് അവൾ തൻ്റെ കാമുകനാണെന്ന് പറയുന്നത്. ഇതിൽ ദേഷ്യം വന്ന ഹീറോ അവളോട് ഉറക്കെ നിലവിളിച്ച് ആരാണ് നിനക്ക് ഡേറ്റിംഗ് ചെയ്യാൻ അനുവാദം തന്നത്. ആ സമയത്ത് ലില്ലി നല്ല രീതിയിൽ തന്നെ പേടിച്ചപ്പോൾ ഹീറോ അവളുടെ തോളിൽ കൈവച്ച് നീ ഇതിനകം തന്നെ ഒരാളുമായി ഡേറ്റിംഗ് ചെയ്തെന്ന് കള്ളം പറഞ്ഞു. ഇനി നിനക്ക് ഡേറ്റിംഗ് ചെയ്യാൻ പറ്റില്ല. ഇത് ആദ്യത്തെയും അവസാനത്തെ സമയമായിരിക്കും എന്ന ദേഷ്യത്തിലാകും ഹീറോ പറഞ്ഞത്. ഇതെല്ലാം നിന്റെ സ്വന്തം നേട്ടത്തിന് വേണ്ടി മാത്രമാണെന്ന് പറഞ്ഞ് അവൾക്ക് ഇഷ്ടമുള്ള കുക്കീസൊക്കെ കൊടുത്തു. ഇവളും ആദ്യം ഷോക്കായി. കാരണം ഇത് അവളുടെ വീട്ടുകാർക്കൊഴികെ മറ്റാർക്കും അറിയില്ല. നിങ്ങൾക്ക് എങ്ങനെ അറിയാം ഈ കുക്കീസ് എനിക്ക് ഇഷ്ടമാണെന്ന് ചോദിക്കുമ്പോൾ ഇത് അവളുടെ ചേച്ചി പറഞ്ഞതാകും എന്നായിരിക്കും ഹീറോ പറയുന്നത്. ശേഷം ലില്ലിയെ കൂട്ടി അവൻ വീട്ടിലേക്ക് കൊണ്ടുപോയി. ചേച്ചിയാകും ഹീറോയെ ലില്ലിയെ കൊണ്ടുവരാനായി വിട്ടത്. അങ്ങനെ എല്ലാവരും ഭക്ഷണം കഴിക്കാനിരുന്നപ്പോൾ വിവാഹം അടുക്കാറായപ്പോൾ ഹീറോ വാങ്ങിച്ച വീടിനെ കുറിച്ച് സംസാരിക്കുന്നു. ലില്ലി ചേച്ചിയെ നോക്കുമ്പോൾ അവൾക്ക് ഒട്ടും തന്നെ ഹാപ്പിയല്ല. ഇനി ചിലപ്പോൾ വാങ്ങിച്ച വീട് ഇഷ്ടപ്പെടാത്തോണ്ടാകും എന്ന് ലില്ലി കരുതി. ലില്ലി എല്ലാവരോടും വീട് വാങ്ങിച്ച കാര്യമൊക്കെ റോസിന് വീട് ഇഷ്ടമാണോ എന്ന് നിങ്ങൾ ചോദിക്കണം.
ലില്ലിയുടെ അച്ഛൻ ഈ കുട്ടി അല്പം വികൃതിയാണ്, അവൾക്ക് എല്ലാ ദിവസവും ഭക്ഷണം കൊടുക്കണം, എന്നിട്ട് അവൾക്ക് കഴിക്കാനൊക്കെ ഫുഡൊക്കെ കൊടുത്തു. ശേഷം അമ്മ ലില്ലിയോട് അച്ഛനും ഞാനും കുറച്ച് ദിവസത്തേക്ക് പുറത്തു പോവുകയാണ്, അവളോട് ചേച്ചിയുടെ കൂടെ നിൽക്കാനായി പറയുകയാണ്. ഇത് കേട്ടതും ആ അവസരം മുതലെടുത്ത് അവൾക്ക് അവളുടെ കാമുകനോടൊപ്പം സിനിമയിലേക്ക് പോകാമെന്ന് പ്ലാൻ ചെയ്തു. അങ്ങനെ അടുത്ത ദിവസം അവൾ വസ്ത്രമൊക്കെ ധരിച്ച് സാറിനൊപ്പം സിനിമയ്ക്ക് പോകാൻ ഒരുങ്ങി അവനെ കോൾ ചെയ്തപ്പോൾ ഇതെല്ലാം ഹീറോ കാണുകയും അവൻ അവളുടെ റൂമിലെത്തി ലില്ലിയോട് നീ എവിടേക്കാണ് പോകുന്നതെന്ന് ചോദിച്ചു. അവളും ഒരു സിനിമ കാണാൻ പോകുന്നു, ആരുടെ കൂടെ എന്ന് ചോദിച്ചപ്പോൾ അവൾ പറഞ്ഞത് അവളുടെ കൂട്ടുകാരുടെ കൂടെയാകും. പക്ഷേ ഹീറോ അവളോട് പറഞ്ഞത് നിന്റെ പാരൻസ് എന്നോട് പറഞ്ഞത് നീ കണക്കിൽ തോറ്റു, നിനക്കൊരു പരീക്ഷയുണ്ട് അത്രേ, നീ ആദ്യം പഠിക്കണം. അതിനവൾ പഠിക്കാമെന്ന് പറയുമ്പോൾ ഹീറോ അവളോട് പറയുന്നത് ഇപ്പോൾ ഇരുന്ന് പഠിക്കാനായി പറഞ്ഞ് അവൾ അവിടെ ഇരുത്തി പഠിപ്പിക്കുന്നു. അവൾക്ക് നല്ല വിഷമം കാണും, എന്നിരുന്നാലും ഹീറോ ഇരുത്തി പഠിപ്പിക്കുന്നതിനാൽ അവൾക്ക് നല്ലോണം തന്നെ തലയിൽ കയറി മനസ്സിലാവുകയും ചെയ്തു. ശേഷം ഹീറോ അവൾക്ക് കുടിക്കാൻ പാല് കൊടുത്തതും കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ അവൾ മയങ്ങി ഉറങ്ങിപ്പോയി. പിന്നീട് ലില്ലി കണ്ണ് തുറന്ന് കാണുമ്പോൾ ബെഡിലാകും. അവൾ എഴുന്നേറ്റ ഉടനെ ചേച്ചി അവൾക്ക് കഴിക്കാനായിട്ട് ഫുഡൊക്കെ കൊണ്ടുവന്ന് കൊടുത്തപ്പോൾ പെട്ടെന്നാകും ചേച്ചി അവളുടെ ചുണ്ടിൽ സ്പൈസി സ്നാക്ക് ഇരിക്കുന്നത് കണ്ടത്. ഇതെന്ത് പറ്റി, നീ എന്തെങ്കിലും കഴിച്ചെന്ന് ചോദിക്കുമ്പോൾ അവളാകെ കുടിച്ചത് പാൽ മാത്രമാകും. ഹീറോ ഇനി ഇതിലെന്തെങ്കിലും കലർത്തിയോ, അവൻ എന്നെ എന്തെങ്കിലും ചെയ്തായിരുന്നെന്ന് ചിന്തിച്ച് ചേച്ചിയോട് ഹീറോയെ എങ്ങനെയാണ് കണ്ടതെന്ന് ചോദിക്കുന്നു. അപ്പോൾ റോസ് പറയുന്നത് അവർ ഒരു ബിസിനസ് കോൺഫറൻസിൽ വെച്ചാണ് കണ്ടുമുട്ടിയത്, പിന്നീട് പതുക്കെ പ്രണയമായി മാറി. എന്നാൽ അവർ കണ്ടുമുട്ടിയത് 3 മാസമായി. 3 മാസം പരിചയമായിട്ട് വേഗം വിവാഹം കഴിക്കാൻ പോവുകയാണെന്നോ. ഹീറോ നല്ലൊരാളായതുകൊണ്ട് ചേച്ചിക്ക് അവനെ വിട്ടുകളയാൻ പറ്റുന്നില്ല, അതുകൊണ്ടാകും വേഗം വിവാഹം കഴിക്കാൻ തീരുമാനിച്ചെന്ന് അവൾ ചിന്തിച്ചു. ഹീറോ വളരെ ധനികനാണല്ലോ, ചേച്ചി അവനെ കെട്ടൽ അവളും ധനികയാകും, അതുകൊണ്ടാണ് അവൾ റോസിനോട് ഒന്നും പറഞ്ഞില്ല. പിന്നെ റോസ് ഹീറോയെ വിളിച്ച് അത്താഴത്തിന് വരുന്നുണ്ടോ എന്ന് ചോദിക്കുന്നു. എന്നാൽ ഹീറോയ്ക്ക് മീറ്റിംഗ് ഉള്ളത് കൊണ്ട് ആദ്യം വന്നില്ലെന്ന് പറയുമെങ്കിലും ലില്ലി കൂടെ ഉണ്ടെന്ന് കേട്ടപ്പോൾ ഹീറോ ആ മീറ്റിംഗ് ക്യാൻസൽ ചെയ്തിട്ട് വരാമെന്ന് പറഞ്ഞു. ഇത് കേട്ട പേടിച്ച ലില്ലി അവൾക്ക് പെട്ടെന്നൊരു ജോലി ചെയ്യാനുണ്ടെന്ന് പറഞ്ഞ് വീട്ടിൽ നിന്ന് ഇറങ്ങി ഓടി. എന്നാൽ അവൾക്ക് ഒരു ജോലിയും ഉണ്ടായില്ല. സോ അവൾ റോട്ടിലൊറ്റയ്ക്ക് നടക്കുമ്പോൾ അവളുടെ ചിന്ത മൊത്തം കുറച്ച് കഴിഞ്ഞാൽ അവൻ ഭക്ഷണം കഴിച്ചു പോകും, അതിനുശേഷമേ ഞാൻ വീട്ടിലേക്ക് പോകൂ. അന്നേരം അവളുടെ കാമുകളിൽ നിന്ന് കോൾ വരുന്നു. അവൾ അവനോട് ഇന്ന് സിനിമയ്ക്ക് വരാൻ പറ്റാത്തതിൻ്റെ ക്ഷമ പറഞ്ഞ് എല്ലാം തുറന്നു പറയുകയാണ്. അവനും ഉടനെ അവളുടെ അടുത്തേക്ക് എത്തുന്നു. അവളുടെ വീട്ടിൽ ആരുമില്ല. വീട്ടിൽ പോകാനേ തോന്നുന്നില്ലെന്ന് കേട്ടപ്പോൾ ഈ ഒരു അവസരം മുതലെടുത്ത് അവൻ എന്നാൽ പിന്നെ റൂം ബുക്ക് ചെയ്യാം, അവനും ഹാപ്പി. അവളെ കൊണ്ടുപോകുമ്പോൾ വഴി 2 ഗുണ്ടകൾ അവരെ തടഞ്ഞു നിർത്തി ഭീഷണിപ്പെടുത്തുന്നു. ലില്ലിയോട് മോശമായി പെരുമാറാൻ തുടങ്ങി. തുടക്കത്തിൽ സാൻ അവരെ തടയാനായി ശ്രമിച്ചപ്പോൾ അവനെ കൊണ്ട് പറ്റുന്നില്ല. അവനെ അവർ ഒന്ന് തള്ളിയിട്ടപ്പോഴേക്കും അവൻ അവളെ അവിടെ ഒറ്റയ്ക്കാക്കിയിട്ട് ഓടിപ്പോയി. ആ ഗുണ്ടകൾ ലില്ലിയെ പിടിക്കാനായി വന്നപ്പോൾ കറക്റ്റ് ടൈമിലാകും ഹീറോ അവിടെ എത്തി അവരടിച്ച് ഓടിച്ചത്. ലില്ലിയാണെങ്കിൽ ആ ഷോക്കിൽ നിന്ന് വിട്ടുമാറിയിട്ടില്ല. ഓടിപ്പോയ അവളുടെ കാമുകൻ എത്തുമ്പോൾ ഹീറോ അവളെ തൂക്കിയെടുത്ത് വീട്ടിലേക്ക് കൊണ്ടുപോയി. ലില്ലിയുടെ അവസ്ഥ കണ്ട് പേടിച്ച ചേച്ചി എന്തു പറ്റിയെന്ന് ചോദിച്ചു വരുമ്പോൾ ഹീറോ കുറച്ച് പേർ അവൾ ഉപദ്രവിക്കാൻ വന്നെന്ന് പറഞ്ഞപ്പോൾ ചേച്ചി നോക്കുമ്പോൾ ഹീറോയുടെ കൈക്ക് മുറിവ്. റോസ് ആദ്യം മരുന്ന് പുരട്ടി തരാമെന്ന് പറഞ്ഞപ്പോൾ ഇതിനു മുന്നേ ആദ്യം ലില്ലിയുടെ സുരക്ഷയാണ് നമ്മൾ ശ്രദ്ധിക്കണം, അവളും തനിക്കൊരു കുഴപ്പമില്ല. അവളും ആകെ ശോകമടിച്ച് റൂമിലേക്ക് പോയ ശേഷം ചേച്ചി റോസ് ഹീറോയോട് ഞാൻ നിനക്ക് നല്ലൊരു അവസരമാണ് തന്നത്, അത് മുതലെടുക്കേണ്ടതായിരുന്നു, അതിനൊരു ഹീറോ ആകേണ്ട ആവശ്യമില്ല, കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ ആകുമായിരുന്നില്ല എന്ന് പറയുമ്പോഴേക്കും ഹീറോ അവളുടെ കഴുത്തിൽ പെട്ടെന്ന് പിടിച്ച് നീ അന്ന് ചെയ്തതിന് ഞാനിപ്പോഴും നിന്നെ ശിക്ഷിക്കണം, നീ എന്തിനാണ് അന്നത് പാലിൽ ചേർത്തത്, അതെല്ലാം ഹീറോയ്ക്ക് വേണ്ടിയാകും റോസ് ചെയ്തിട്ടുണ്ടാകാം. എന്നിട്ട് റോസിനോട് അവളുടെ പരിധിക്കുള്ളിൽ തന്നെ നിൽക്കാനായി പറയുന്നു, അല്ലെങ്കിൽ അത് അവൾക്ക് നല്ലതല്ല. ഇത് കാരണം റോസിന് നല്ല ദേഷ്യമാകും വരിക. എല്ലാവരും ലില്ലിയാണ് സ്നേഹിക്കുന്നത്, അവളുടെ പാരൻസും അവളെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നുണ്ട്. ഇപ്പോൾ ഹീറോയും. എന്തിനാണ് എല്ലാവരും അവളുടെ പിന്നാലെ? ശേഷം 2 പേരും അവിടെ അത്താഴം കഴിക്കുമ്പോൾ ലില്ലി വരികയും അവൾക്ക് വേണ്ടെന്ന് പറയുമ്പോൾ ഹീറോ അവൾക്ക് വേണ്ടി വീണ്ടും ചൂടാക്കി വെച്ചതാണ് വന്ന് കഴിക്കാനായിട്ട് ചേച്ചി പറയുന്നു. ഹീറോ മനഃപൂർവ്വം റോസിനെ മാറ്റാനായി അവൾക്ക് നാളെ ജോലിക്ക് പോകേണ്ടതല്ലേ, നേരത്തെ പോയി കിടന്നോ ഉറങ്ങിക്കെന്ന് പറഞ്ഞ് അവളെ മാറ്റുന്നു. അപ്പോൾ ലില്ലിക്ക് ഇവരുടെ പെരുമാറ്റം കാണുമ്പോൾ വിവാഹം കഴിക്കാൻ പോകുന്നവരുടെ ഒരു പെരുമാറ്റം പോലും കാണുന്നില്ല. ചിലപ്പോൾ ഓവർ തിങ്ക് ചെയ്തിട്ടായിരിക്കും തനിക്ക് തോന്നുന്നെന്ന് കരുതി. എന്നാൽ റോസ് പോകാൻ നേരത്ത് നിങ്ങളും ഇവിടെ ഉണ്ടാകില്ലെന്ന് ചോദിക്കുമ്പോൾ ഇവളും മനസ്സിൽ വേണ്ട വേണ്ട എന്ന് പറയണമെന്ന് പറഞ്ഞപ്പോൾ ഹീറോ ഉണ്ടാകുമെന്ന് പറഞ്ഞതിനാൽ പേടിച്ച ലില്ലി വേഗം റൂമിലേക്ക് കയറി വാതിലടിച്ചു. കൂടെ വാതിക്കൽ ഒരു കസേരയും വെച്ചിട്ട് അവൾ സമാധാനത്തോടെ ഉറങ്ങുന്നത്. എന്നാൽ അവൾ ഉറങ്ങിക്കഴിഞ്ഞപ്പോഴാണ് അവളുടെ കാമുകൻ വന്ന് അവളെ വളരെ മോശമായിട്ടാകും ബിഹേവ് ചെയ്യുക.
പെട്ടെന്ന് അവൾ അവനെ പിടിച്ചു മാറ്റുമ്പോൾ ഹീറോ എന്നാൽ ഇതെല്ലാം അവളുടെ സ്വപ്നമാകും, രാവിലെ തന്നെ ഞെട്ടി എഴുന്നേൽക്കുമ്പോൾ അതൊരു സ്വപ്നമായിരുന്നു എന്നൊരു ആശ്വസിക്കുകയാണ്. ശേഷം വാതിലൊക്കെ നല്ലോണം പരിശോധിക്കുകയാണ്. വാതിൽ തുറന്നു റൂമിലോട്ട് കയറിയിട്ടില്ല എന്ന് ഉറപ്പായി. അപ്പോഴേക്ക് ചേച്ചി എത്തി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വിളിച്ചോണ്ട് പോയി. പക്ഷെ അവളുടെ മുറിയിൽ ഷൂവിൻ്റെ പാടുകൾ കാണുന്നുണ്ടായി. ഇതിനർത്ഥം രാത്രിയിൽ ആരും അവളുടെ റൂമിലേക്ക് കയറിയിട്ടുണ്ടെന്ന് ഉറപ്പ്. അങ്ങനെ ലില്ലി സ്കൂൾ കഴിഞ്ഞ് ഫ്രണ്ടിൻ്റെ കൂടെ പോകുമ്പോൾ ഈ വർഷത്തെ എക്സാമിന് ലില്ലി പാസ്സായിരിക്കുകയാണ്. ആരാണ് അവളെ ട്യൂഷൻ എടുക്കുന്നതെന്ന് ഫ്രണ്ട് ചോദിക്കുമ്പോൾ അവളെ കൂട്ടാനായിട്ട് ഹീറോ അവിടെ എത്തുകയാണ്. ഹീറോയെ അവിടെ കണ്ടപ്പോൾ അവളൊന്ന് ഷോക്കായി. റോസ് അവളെ കൂട്ടിക്കൊണ്ടു വരാൻ അയച്ചതാകും. അവൾ തന്നെ പൊക്കോളാമെന്ന് പറഞ്ഞപ്പോൾ ഹീറോ സമ്മതിച്ചില്ല. ചേച്ചിയെ വിളിച്ചു തരാമെന്ന് കേട്ടപ്പോൾ ലില്ലി ഒന്ന് പേടിച്ച് വരാമെന്ന് സമ്മതിച്ചു. എന്നാൽ ഹീറോ കൊണ്ടുപോയത് ഹീറോയുടെ വീട്ടിലേക്കാകും. സത്യത്തിൽ ആ വീട് കാണിക്കാൻ വേണ്ടി കൂടിയാണ് അവളെ കൊണ്ടുവന്നത്. അവൾ ഒറ്റയ്ക്കായത് കൊണ്ട് വരാൻ തന്നെ മടിച്ചാണ് അകത്തേക്ക് കയറിയത് തന്നെ. അവളെ വീട്ടിലേക്ക് കൊണ്ടുവന്ന് ഈ വീട് നിനക്ക് എങ്ങനെ ഇഷ്ടമായോ? ഹീറോ ചോദിക്കുമ്പോൾ നിങ്ങൾ എൻ്റെ ചേച്ചിയല്ലേ വിവാഹം കഴിക്കാൻ പോകുന്നത്? അവളുടെ ഇഷ്ടങ്ങളും അനിഷ്ടങ്ങളുമാണ് പ്രധാനം, എൻ്റേതല്ല. അതിന് ഞാൻ നിന്നോടാണ് ചോദിച്ചത്. ഞാൻ നിന്നെ വിവാഹം കഴിക്കാൻ പോകുന്നില്ല. ഞാൻ നിന്നെ വിവാഹം കഴിക്കാനൊന്നും പോകുന്നില്ലല്ലോ. അതിന് നിൻ്റെ ഡിസിഷനും വളരെ പ്രധാനമാണ്. കാരണം നിൻ്റെ ചേച്ചിയും നിൻ്റെ കുടുംബം താമസിക്കാൻ പോകുന്നത് എവിടെയാണ്? ഞങ്ങൾ രണ്ടുപേരും ഇവിടെ ഉണ്ടെങ്കിൽ നിൻ്റെ പാരൻസും ഇവിടെ ഉണ്ടാകും. ഇത് കേൾക്കുന്ന ലില്ലി സ്വയം തന്നെ ഷോക്കായി. കാരണം അവളുടെ ചേച്ചിക്ക് പാരൻസിനെ വിട്ട് ഇപ്പോഴും പുറത്താണ് താമസിക്കുന്നത്. അപ്പോഴേക്കും മേശപ്പുറത്ത് ഭക്ഷണം റെഡിയാക്കിയതിനാൽ ഹീറോ നിന്റെ ചേച്ചി വേഗം വിടെത്തും. അതിനു മുന്നേ അവളോട് ഫുഡ് കഴിക്കാനായി പറയുന്നു. ലില്ലി വേണോ വേണ്ടോ എന്ന് വെച്ചാകും കഴിക്കാൻ പോയത്. കുറച്ചു നേരം കഴിയുമ്പോഴേക്കും ഹീറോയ്ക്ക് വാഷ്റൂമിൽ പോകണമെന്ന് പറഞ്ഞു മാറി തക്ക നോക്കി അവൾ ബാഗും ഡ്രസ്സ് എടുത്ത് വേഗം ഓടാൻ പോയപ്പോൾ പെട്ടെന്ന് അവൻ അവളുടെ മുന്നിൽ വന്ന് നീ എന്താണ് ഇവിടെ നിന്ന് പോകുന്നതെന്ന് ചോദിക്കുന്നു. ഞാൻ നിനക്ക് പോകാൻ അനുവാദം തന്നിട്ടില്ലല്ലോ. അവൻ അവളുടെ അടുത്തേക്ക് വന്ന് അവളെ തൂക്കിയെടുത്ത് കിടത്തി അവളെ ബലമായി കിസ് ചെയ്യാൻ തുടങ്ങി. പെട്ടെന്നാകും അവൾ ഹീറോയെ മാറ്റിയപ്പോൾ അവൻ സോഫയിൽ മയങ്ങി വീഴുകയാണ്. അവൻ അമിതമായി മദ്യപിച്ചു കൊണ്ടാകും മയങ്ങിയെന്ന് ലില്ലി സംശയിച്ച് അവൾ റോസിനെ വേഗം വിളിച്ച് ചേട്ടൻ ഒരുപാട് കുടിച്ച് മയങ്ങി വേഗം വരാനായി പറഞ്ഞു. എന്നാൽ ചേച്ചിക്ക് അവിടെ വർക്ക് ബിസി ആയതുകൊണ്ട് തന്നെ വരാൻ പറ്റുന്നില്ല. നീ എന്തെങ്കിലും ചെയ്ത് അവനെ എഴുന്നേൽപ്പിക്കാനായി പറഞ്ഞു കോൾ കട്ടാക്കി. ഇവളും മദ്യത്തിൻ്റെ സ്വാധീനത്തിലായിരിക്കും അവനങ്ങനെ ചെയ്തെന്ന് കരുതി അവൾ അവനെ വേഗം ഉണർത്താൻ ശ്രമിച്ചപ്പോൾ അവൻ എഴുന്നേൽക്കുന്നു പോലുമില്ല. പിന്നെ അവൾ അവൻ്റെ കയ്യിലേക്കായിരിക്കും വീണത്. അവൻ അവളെ വളരെ മുറുക്ക പിടിച്ചു. പക്ഷെ പാവ ലില്ലിക്ക് എഴുന്നേക്കാൻ പോലും പറ്റുന്നില്ല. കുറേ എനർജി അതിനെ കളഞ്ഞതിനാൽ ക്ഷീണിതയായി അവൾ അവിടെ തന്നെ മയങ്ങിപ്പോകുമ്പോഴാണ് അപ്പോഴാണ് ഹീറോ കണ്ണുകൾ തുറക്കുന്നത്. സത്യത്തിൽ ഹീറോ അവളൊന്ന് ചേർത്ത് പിടിക്കാൻ വേണ്ടി മാത്രം ഒരു കളി കളിച്ചതാകും. അങ്ങനെ പിറ്റേ ദിവസം ലില്ലി കണ്ണു തുറക്കുമ്പോൾ അവൾ ഹീറോയുടെ റൂമിലാകും. ഇട്ടിരുന്ന കോട്ടും കാണുന്നില്ല. ഇന്നലെ ഹീറോ കിസ് ചെയ്തത് കുടിച്ചതിലാണ്. അവനത് ഓർമ്മ ഉണ്ടാവോ? ഓർമ്മയുണ്ടെങ്കിൽ അത് വളരെ നാണക്കേടായിരിക്കും എന്നൊക്കെ ചിന്തിച്ച് ഡ്രസ്സുമായി താഴെ എത്തുമ്പോൾ താഴെ തന്നെ ഹീറോ അവൾക്കായിട്ട് കാത്തു നിൽക്കുന്നുണ്ടാകും. അവൾ പോകുമ്പോൾ ഹീറോ സാധാരണ പോലെ അവളോട് ചോദിച്ചു ഇന്നലെ നല്ലോണം ഉറങ്ങിയില്ലേന്ന്. അപ്പോൾ അവൻ ഇന്നലെ നടന്നത് മറന്നില്ലേ? അവൻ്റെ നോട്ടം കാണുമ്പോൾ മറന്നതുപോലെയാണെന്ന് ചിന്തിച്ച് അതേന്ന് പറഞ്ഞപ്പോൾ ഹീറോ അത്താഴം കഴിച്ചിട്ട് കോളേജിൽ വിടാം. പിന്നെ അവർ രണ്ടുപേരും ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ തുടങ്ങി. അപ്പോൾ ഹീറോ ലില്ലിയോട് നീ അവനുമായി ബന്ധം ഏർപ്പെടുത്തിയോ? അതായത് അവളുടെ കാമുകനെ? പരിഭ്രാന്തയായ അവൾ അതേന്ന് പറയുന്നു. പക്ഷെ അത് അവൾ നുണയാണ് പറഞ്ഞതെന്ന് അവന് മനസ്സിലായി. സോ അവളോട് സത്യം പറയാൻ പറഞ്ഞപ്പോൾ അവളും സത്യമായിട്ടാണ്. ഇപ്പോൾ അവനായിട്ട് ഒരു കോണ്ടാക്റ്റും ഇല്ല. അതിനാൽ ഹീറോ അവളുടെ ഫോൺ ചോദിച്ചു. പേടിച്ചവൾ നിനക്കെന്തിനാണ് ഇപ്പോൾ എൻ്റെ ഫോൺ? അത് ഓരോരുത്തരുടെ പ്രൈവസി അല്ലേ? കൊടുക്കാത്തതിൽ വേറൊരു കാരണം കൂടി ഉണ്ട്. അവൾക്ക് എബ്രോഡിൽ പോയി പഠിക്കാൻ നല്ല താല്പര്യമുണ്ട്. അതിനാൽ വിദേശത്തുള്ള എല്ലാ കോളേജിൻ്റെ ലിസ്റ്റ് കയ്യിലുണ്ടാവും. അതിവൻ എന്തായാലും കാണും. കൊടുക്കാതെ ഇരിക്കുമ്പോൾ ഹീറോ ഫോൺ തരാതെ കൈനീട്ടി. അവൾ ഫോൺ പരിശോധിച്ച ഉടനെ ഫോൺ സ്വിച്ച് ഓഫ് ആക്കി ചാർജിലെന്ന് പറഞ്ഞ് കാണിച്ചു കൊടുത്തു. അവൻ്റെ കയ്യിൽ അതിൻ്റെ ചാർജർ ഉണ്ടാകില്ല എന്ന ആശ്വാസത്തിലിരിക്കുമ്പോൾ ഹീറോയുടെ കയ്യിൽ കാണും ഒരു ചാർജർ. അത് യൂസ് ചെയ്ത് ചാർജ് ചെയ്തു. അത് കണ്ട് പേടിച്ചു പോയി ലില്ലി. ഫോൺ ഓണാക്കിയാൽ എല്ലാവരും അറിയും. പുറത്തു പോയി പഠിക്കുന്ന കാര്യം അതോടെ തീരുമെന്ന് കരുതി വേഗം അവൾ ഫോണെടുത്ത് ഓടാനായി നോക്കി. പക്ഷേ ഹീറോ അവളെ പിടിച്ചവൻ്റെ മടിയിലിരുത്തി. അതും എഴുന്നേക്കാൻ പറ്റാത്ത രീതിയിൽ. ലില്ലി നീയാണ് എൻ്റെ ലക്ഷ്യം. ഞാൻ തുടക്കം മുതൽ പറഞ്ഞിട്ടുണ്ട്. നിൻ്റെ ചേച്ചി മാത്രമാണ് നിൻ്റെ അടുക്കലെത്താനുള്ള ഏക ഉപകരണം. ഇത് കേട്ടപ്പോൾ അവളൊന്ന് ഷോക്കായി. പെട്ടെന്ന് എഴുന്നേൽക്കുമ്പോൾ കാല് തട്ടി മേശയിൽ അവളുടെ തലയിടിച്ചു.
ആ ഇടയിൽ അവളുടെ ബോധം പോവുകയാണ്. ശേഷം ലില്ലി ഹീറോ പറഞ്ഞ തുടക്കം മുതൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് നീയാണ് എൻ്റെ ലക്ഷ്യമെന്ന്. നിന്റെ ചേച്ചി എനിക്ക് നിന്നിലേക്ക് അടുക്കാനുള്ള ഒരു ഉപകരണം മാത്രമായിരുന്നു, നിന്നോട് കൂടുതൽ അടുക്കാൻ. ഇതോർത്തിട്ടാകും അവൾ ഞെട്ടി ഉണർന്നത്. ഉണർന്നപ്പോൾ അവളുടെ തലയ്ക്ക് നല്ല വേദനയും കാണും. അവൾ കരുതും ഇതൊക്കെ സ്വപ്നം മാത്രമാകുമെന്ന്. അപ്പോഴേക്കും ഹീറോ വന്ന് നീ ഒരുപാട് ഉറങ്ങിപ്പോയി, വേഗം കഴിച്ച് സ്കൂളിലേക്ക് പോകാം. ഇതും കൂടിയായപ്പോൾ അവൾ ഇതെല്ലാം ഒരു സ്വപ്നമായിരുന്നു എന്നാണ് ആശ്വാസത്തിലിരിക്കുന്നത്. എന്നാൽ നടന്നതെല്ലാം റിയലായിട്ടാണ്. ശേഷം വീട്ടിലെത്തുമ്പോൾ ഹീറോ പരീക്ഷയിൽ അവൾ നല്ല മാർക്ക് മേടിച്ചതിനാൽ ഹീറോ അവൾക്ക് എല്ലാവരുടെ മുന്നിൽ വെച്ച് അവൾക്കൊരു ഫോൺ സമ്മാനമായി നൽകി. അവൾ ആദ്യം സ്വീകരിച്ചില്ല. ചേച്ചിയുടെ നിർബന്ധത്താൽ മാത്രം അവൾ ആ ഫോൺ വാങ്ങി ഓൺ ചെയ്തപ്പോൾ അതിലൊരു റെഡ് ലൈറ്റ്. പക്ഷെ റോസ് അവളുടെ ശ്രദ്ധ തിരിച്ചു മാറ്റാൻ നീ എന്താണ് നോക്കുന്നത്, നിന്റെ സിമ്മിട്ട് ഫോൺ ഓൺ ചെയ്യാനായി പറയുന്നു. അന്നേരം അമ്മ വന്നപ്പോൾ അവളുടെ പുത്തൻ ഫോൺ കണ്ട് അവൾ ഓൺ ചെയ്യുന്ന ടൈമിൽ വാങ്ങിച്ചു നോക്കുമ്പോൾ അതിൽ അവളുടെ കാമുകനയച്ച ഒരുപാട് മെസ്സേജ് ആകും. അതിൽ അവളുടെ കാമുകനയച്ച ഡേറ്റിംഗ് പറഞ്ഞ കാര്യങ്ങളായിരിക്കും. സാനുമായി നീ ഡേറ്റിംഗ് നടത്തുകയാണെന്ന് പറഞ്ഞ് ഇത് കേട്ടപ്പോൾ അവർ ഞെട്ടിപ്പോയി. അമ്മ അവൾക്കൊരടി കൊടുത്തു. കാരണം ഈ ഡേറ്റിംഗ് ഒന്നും അവർക്കിഷ്ടമല്ല. അവളോട് അങ്ങനെയുള്ള പരിപാടിക്ക് നിൽക്കരുതെന്ന് നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ദേഷ്യം വന്ന ലില്ലി ആ ഫോണും വാങ്ങി നേരെ റൂമിലേക്ക് പോയി. പിന്നീട് അവൾ റൂമിന് വെളിയിൽ വന്നിട്ടില്ല. ചേച്ചി റോസ് പുറത്തുനിന്ന് വിളിക്കുമ്പോഴൊക്കെ അമ്മ അവളെ ചീത്തയാണ് പറയുന്നത്. ഇതെല്ലാം കേട്ട ലില്ലി വളരെ അസ്വസ്ഥതയായി. അവൾ വീട്ടിൽ നിന്ന് ഓടിപ്പോകുന്നതെന്ന് കരുതി അവൾ നേരെ ജനാല വഴി ചാടി. എന്നാൽ സമാധാനത്തോടെ റോട്ടിലിരുന്നപ്പോൾ അവിടെയും ഹീറോ എത്തുകയാണ്. ഇവൾ കരുതും ഇവനെങ്ങനെ എന്നെ കണ്ടെത്തിയെന്ന. അവൾ ഇവിടെ ഇരുന്നു കൊണ്ട് ഒരുപാട് കരഞ്ഞു. ആരും എന്നെ സ്നേഹിക്കുന്നില്ല, എന്നെ ഇങ്ങനെ കണ്ടെത്തി. അവനും നിന്നെ കണ്ടെത്താൻ വളരെ എളുപ്പമല്ലേ, സംഭവിച്ചതെല്ലാം തെറ്റാണെന്ന് എനിക്കറിയാം. അവളും പറയുന്നത് അവർ അവളെ നിയന്ത്രിക്കുന്നത് പോലെയാണ്. അത് അവൾക്കൊട്ടും ഇഷ്ടമല്ല. സോ ഹീറോ അവളോടൊപ്പം നിന്നാൽ ആരും നിന്നെ നിയന്ത്രിക്കില്ല. എൻ്റെ കൂടെ വരാനായി പറഞ്ഞു. ആദ്യം നമുക്ക് എന്തെങ്കിലും കഴിക്കാം. അവളെ ഓക്കെ ആക്കി അവനെ കൂട്ടിക്കൊണ്ടു പോകാൻ തുടങ്ങിയപ്പോഴാണ് പെട്ടെന്ന് പിന്നാലെ അമ്മ അവളുടെ നേരെ തല്ലാൻ വന്നത്. ദേഷ്യം വന്ന ലില്ലി എനിക്ക് നിങ്ങൾ എന്നെ നിയന്ത്രിക്കുന്നത് ഒട്ടും ഇഷ്ടമല്ലെന്ന് പറഞ്ഞ് കരഞ്ഞോടുകയാണ്. ഹീറോ അമ്മയോട് ഞാൻ അവളെ കൂട്ടിക്കൊണ്ടു വരാം, ഒന്ന് കൊണ്ട് പേടിക്കണ്ടെന്ന് പറഞ്ഞ് ഹീറോ അവളെ പിന്തുടർന്നു. ശേഷം അവളോട് നോക്കൂ, എൻ്റെ കൂടെ വന്നാൽ ഇവിടെ ആരും നിന്നെ ശല്യപ്പെടുത്തില്ല പറഞ്ഞ് അവൻ കൊണ്ടുപോകുന്നത് അവൻ്റെ വീട്ടിലാകും. അവൾക്കായിട്ട് പ്രത്യേകം ഒരുക്കിയ റൂമൊക്കെ ഉണ്ടാകും. മുറി കണ്ടപ്പോൾ അവളൊന്ന് ഞെട്ടിപ്പോയി. അവൻ എന്തിനാണ് ഇതൊക്കെ തനിക്ക് വേണ്ടി ചെയ്തതെന്നൊക്കെ, എന്തിനാണ് ഇവിടെ കൊണ്ടുവന്നത്? ഹീറോയും വേറൊന്നും പറഞ്ഞില്ല. അവളോട് വിശ്രമിക്കാനായി പറഞ്ഞ് കഴിക്കാൻ കൊണ്ടുവരാമെന്ന് പറഞ്ഞു പോയി. ശേഷം അവൾ മുറിയിൽ നിന്ന് പുറത്തേക്കൊന്ന് നോക്കുമ്പോൾ അവിടെ ഹീറോയുടെ സാധനങ്ങളെല്ലാം കാണുന്നുണ്ടായി. ഇതെല്ലാം കാണുമ്പോൾ ഹീറോ ഇതിനു മുന്നേ ഇവിടെയാണ് താമസിച്ചതെന്ന് മനസ്സിലായി. ഇതെന്താ നിങ്ങളുടെ സാധനങ്ങൾ ഇവിടെ ഉണ്ടല്ലോ ചോദിക്കുമ്പോൾ ഞാനും നീയും ഇനി താമസിക്കുന്നത് ഇവിടെയാണ്. പേടിച്ചവൾ ഓടിപ്പോകുമ്പോൾ ഹീറോ അവളെ തടഞ്ഞു നിർത്തി. അവളും ഒരുപാട് പേടിച്ച് എനിക്ക് വീട്ടിൽ പോകണമെന്ന് പറഞ്ഞ് കരയുമ്പോൾ ഹീറോ അവളെ മുറുക്കെ പിടിച്ച് നിന്റെ ചേച്ചി നിന്നെ നന്നായി നോക്കണമെന്ന് എന്നോട് പറഞ്ഞു, നിനക്കൊരു പ്രശ്നവും ഉണ്ടാവില്ല. അവളും എനിക്ക് വീട്ടിൽ തന്നെ പോകണം ഇഷ്ടം, അവർ എൻ്റെ കാര്യങ്ങൾ നിയന്ത്രിക്കാനാണ് എനിക്കിഷ്ടം. ഒരു ഘട്ടത്തിൽ അവൾ കെഞ്ചി ചോദിക്കുമ്പോൾ കുടുംബാംഗങ്ങൾ പരസ്പരം സഹായിക്കുന്നത് സ്വാഭാവികമല്ല. വിവാഹത്തെ സംബന്ധിച്ചിടത്തോളം എൻ്റെ കാര്യമാണിത്. നീ ചെയ്യേണ്ടത് ഇവിടെ അനുസരണയോടെ ഇരിക്കുക എന്നത് മാത്രമാണ്. അങ്ങനെ പിറ്റേ ദിവസമായപ്പോൾ ഹീറോയാകും അവളെ സ്കൂളിലേക്ക് കൊണ്ടുവിടുന്നത്. എന്നാൽ അവൻ അടുക്കുന്നതൊക്കെ അവൾക്ക് പേടി വെറുപ്പായിട്ട് മാറും. എന്നിട്ടിനി അവനെ കാണുമ്പോൾ സംസാരം വേണ്ട എന്ന് പറഞ്ഞ് അവളെ കാറിൽ നിന്നിറക്കി. ലില്ലി കാറിൽ നിന്നിറങ്ങിയ ഉടനെ അവൻ അവളോട് സംസാരിക്കാനായി വന്നു. എന്നാൽ ഹീറോ അവരെ ശ്രദ്ധിക്കുന്നുണ്ടെന്ന് അവൾക്ക് നല്ലോണം അറിയാതിനാൽ അവൾ അവനെ അവഗണിക്കാനാണ് ശ്രമിച്ചത്. അവൾ അവനെ അവോയ്ഡ് ചെയ്യാൻ നോക്കുമ്പോഴൊക്കെ അവൻ അവളെ വിടുന്നത് പോലുമില്ല. മറ്റന്നാൾ അവൻ്റെ ബർത്ത്ഡേ ആണ്. സോ ഫ്രണ്ട്സൊക്കെ ചേർന്ന് പാർട്ടിയൊക്കെ ഒരുക്കുന്നുണ്ട്. അവളോടും വരാനായി പറഞ്ഞു. നിനക്കായി വെയിറ്റ് ചെയ്യുമെന്ന് പറഞ്ഞപ്പോൾ ഇവളും നോക്കട്ടെ പഠിക്കാനുള്ളതാണെന്ന് പറഞ്ഞ് അവിടെ ഓടി. ശേഷം ക്ലാസ്സൊക്കെ കഴിഞ്ഞ് ഫ്രണ്ട്സായി മിണ്ടി പറഞ്ഞു വരുമ്പോൾ അവളെ കൂട്ടാനായി ഹീറോയും വരിക. ഹീറോയെ കണ്ടപാടെ ഇവളും മിണ്ടാട്ടം മുട്ടി. ഹീറോയും എന്നെയും കൂടി പരിചയപ്പെടുത്തി കൊടുക്കുമെന്ന് പറഞ്ഞ് ലില്ലിയോട് പറഞ്ഞപ്പോൾ ലില്ലിയുടെ ആകെയുള്ള ഫ്രണ്ടാണ് അവൾ. ക്ലാസ്സൊക്കെ കഴിഞ്ഞ് ലൈബ്രറിയിൽ പോകണമെന്നായിരുന്നു പ്ലാനിങ്. പക്ഷെ ലില്ലി പറഞ്ഞ് വീട്ടിലേക്ക് പോകാം, പോകുമ്പോഴിൽ ഭക്ഷണമൊക്കെ വാങ്ങിച്ചിട്ട് പോകാമെന്ന് കേട്ടപ്പോൾ ഹീറോ എന്നാൽ പിന്നെ എൻ്റെ വീട്ടിലേക്ക് വാ, ഞാൻ ജോലിയിൽ വളരെ തിരക്കിലാകും, അപ്പോൾ ലില്ലിക്ക് കൂട്ടായാലോ. ലില്ലിയും അതൊരു നല്ല കാര്യമാകുമെന്നോർത്ത് അവളെയും കൂട്ടി കൊണ്ടുപോകാൻ തീരുമാനിക്കുന്നു. അവരെ വീട്ടിലേക്ക് കൊണ്ടൊക്കെ പോയി ഫുഡൊക്കെ കഴിക്കുമ്പോൾ ഹീറോ മാറി തക്ക നോക്കി. അവളുടെ ഫ്രണ്ട് വീട് കണ്ട് അത്ഭുതപ്പെട്ടു. ഇതാരാണ് ഇത്ര വലിയ ഹാൻസ്, ഇതാരാണ് ഇത്ര റിച്ചായ ഒരു വീട്ടിലാണ് നീ ഇപ്പോൾ താമസിക്കുന്നത്? അപ്പോഴേക്കും ഹീറോ വന്ന് ഫ്രണ്ടിനോട് വല്ല ബോയ് ഫ്രണ്ട് ഉണ്ടെന്ന് ചോദിച്ചു. അവൾ കരുതി അവളോടാണ്. ഞാൻ ലില്ലിയെ പോലെ പോപ്പുലർ ഒന്നല്ല,
ഇവൾക്ക് പിന്നാലെ ഒരുപാട് ബോയ്സ് വരും. ആദ്യമായി കോളേജിൽ തുടങ്ങിയപ്പോൾ എത്ര ആൺകുട്ടികളാണ് അവൾക്ക് പ്രണയലേഖനൊക്കെ കൊണ്ടുവന്നത്. ഹീറോ സാനായിട്ട് ഇവൾക്ക് ഇപ്പോഴും ബന്ധമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അവൾ എന്തോ പറയാനായി വന്നതാകും. പെട്ടെന്ന് ലിലി ഉച്ചത്തിൽ, എനിക്ക് പോസ്റ്റ് ഗ്രാജുവേഷൻ എൻട്രി പരീക്ഷ എഴുതണം, ഇപ്പോൾ പഠനമാണ് മുഖ്യം, 2 ദിവസത്തിനുള്ളിൽ ഞാൻ സ്കൂളിൽ പോകും, അതിനാൽ അവളെ വേഗം പറഞ്ഞു വിടുകയാണ്. ഫ്രണ്ട് പോയി കഴിയുമ്പോൾ ഹീറോ അവളെ തന്നെയാകും തുറച്ചു നോക്കുക. കാര്യങ്ങൾ മനസ്സിലായി ഹീറോ വേഗം അവളുടെ ഫോൺ വാങ്ങിച്ചെടുത്ത്, നീ പഠനത്തിൽ മാത്രം ശ്രദ്ധികരിക്കും, വിദേശത്ത് പഠിക്കാൻ ആഗ്രഹിച്ചതല്ലേ, പക്ഷെ നിന്റെ ഇപ്പോഴത്തെ ഗ്രേഡുകൾ വെച്ച് ഒരു സ്കൂളിലും കിട്ടില്ല. അപ്പോൾ ലില്ലി, അതിന് വിദേശത്ത് പഠിക്കാൻ എന്നെ അനുവദിച്ചാലല്ലേ, സ്കൂളുകൾ കണ്ടെത്താൻ ഞാൻ നിന്നെ സഹായിക്കാം, പക്ഷെ അവനുമായി ഒരു കോണ്ടാക്റ്റും പോലും ഉണ്ടാകാൻ പാടില്ല. നിന്റെ ചേച്ചി വിളിച്ചിരുന്നു, അടുത്ത ആഴ്ചയിൽ നിന്റെ വീട്ടുകാരെ കൊണ്ട് കാണിക്കാം, അവർക്ക് നല്ല കുറ്റബോധമുണ്ട്, കഴിഞ്ഞതാണ് സംഭവിച്ചതിൽ ലില്ലിക്കും അവരെ നല്ലോണം മിസ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ലില്ലി സാൻ വിളിച്ചുകൊണ്ട് മാത്രം അവൻ്റെ ബർത്ത്ഡേ പാർട്ടിക്ക് പോവുകയാണ്. എന്നാൽ അവൾ ഒഴികെ അവിടെ ആരെയും കാണുന്നില്ല. എല്ലാവരും എവിടെ പോയെന്ന് ചോദിക്കുമ്പോൾ അവൻ അവളെ കെട്ടിപ്പിടിച്ച് കഴിഞ്ഞതെല്ലാം നടന്നതിന് ഒക്കെ ക്ഷമ ചോദിച്ചു. ഇനി ഞാൻ അങ്ങനെയൊന്നും ചെയ്യില്ല എന്നുറപ്പ് നൽകി. അവളാകെ ശോകമായിരിക്കുന്നത് കണ്ട് അവൻ കരുതും അവളുടെ ചേച്ചിയുടെ വിവാഹം അടുക്കാറായപ്പോൾ വളരെ തിരക്കിലായിരിക്കും. അവർക്കും ചേച്ചിക്കുമിടയിൽ നല്ല ബോണ്ടിങ് എന്നേക്കും അല്ലേ പോകുന്നത്. പക്ഷേ അതല്ല അവളുടെ പ്രശ്നം. അവൾ അനുഭവിക്കുന്ന കാര്യങ്ങൾ തുറന്നു പറയാൻ പോയപ്പോഴേക്കും അന്നേരത്ത് തന്നെ ഹീറോയുടെ കോൾ വരികയാണ്. പേടിച്ചവൾ വേഗം ഫോണിൽ ബാഗ് വെച്ച് അവൾ പുറത്തേക്ക് പഠിക്കാൻ നോക്കുന്നുണ്ട്. പറ്റിയ നല്ല കോളേജ് പറഞ്ഞു തരുമോ എന്ന് ചോദിക്കുമ്പോൾ അവന് ഫോൺ എടുക്കാൻ പോയപ്പോൾ അവൾ ഫോൺ എടുക്കാൻ സമ്മതിച്ചില്ല. ശേഷം കേക്ക് എത്തിയപ്പോൾ അവൻ കേക്ക് എടുക്കാനായി പോയി. കുറേ നേരം അവൾ വെയിറ്റ് ചെയ്തു. സമയം പോകുന്തോറും കേക്ക് എടുക്കാൻ പോയവൻ എന്താണ് വരാത്തെന്ന് ചിന്തിച്ച് അവൾ കോൾ ചെയ്യുമ്പോൾ കോളും പോകുന്നില്ല. ഇവളും പോയി നോക്കി. പോകും വഴി വിളിക്കുമ്പോൾ അവൻ്റെ കോൾ എടുത്തത് അവനാകില്ല, ഹീറോയാകും. എന്താണ്, എവിടെയാണ് പോയതെന്ന് ചോദിക്കുമ്പോൾ ഒന്ന് തിരിഞ്ഞു നോക്ക് എന്നാകും ഹീറോ മറുപടി പറഞ്ഞത്. ഹീറോയുടെ സൗണ്ട് കേട്ട് തിരിയുമ്പോൾ ഹീറോ അവനെ പൊതിരെ അടിക്കുന്ന കാഴ്ചയാകും അവൾ കണ്ടത്. ലില്ലിയാകെ പേടിച്ചു പോയി. ഹീറോയുടെ അടുത്തേക്ക് വരുമ്പോൾ അവൻ നല്ല കട്ട കലിപ്പിലാകും. ക്ലാസ് കട്ടാക്കി ഫോണും എടുക്കുന്നില്ല. നിനക്ക് നിന്റെ പഴയ കാമുകനായിട്ട് ഇപ്പോഴും ബന്ധമുണ്ടല്ലേ എന്ന് പറഞ്ഞ് അവൾക്ക് കൊടുക്കേണ്ട അടി ഹീറോ അവനാകും കൊടുക്കുക. അതിനാൽ ലില്ലി ഹീറോയുടെ കാൽ പിടിച്ച്, ഇനി ഞാൻ നന്നായി കൊള്ളാം, അവനെ അടിക്കരുതെന്ന് പറഞ്ഞതിനാൽ ഇത് നിന്റെ അവസാനത്തെ വാണിംഗ് ആണ് എന്ന് പറഞ്ഞ് ഹീറോ അവളെ പിടിച്ചു വലിച്ചു കൊണ്ട് പോവുകയാണ്. സെക്കൻഡ് പാർട്ട് വേണമെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് ഒന്ന് കമൻറ്റ് ചെയ്യണേ.